നമസ്കാരം. ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഈ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇരച്ചെത്തുന്നത് ലോക സിനിമകളെ വെല്ലുന്ന സാഹസികതയുടെയും നിഗൂഢതകളുടെയും ഒക്കെ ചിത്രങ്ങളാണ്. ശത്രു രാജ്യങ്ങളുടെ ഹൃദയത്തിൽ കടന്നു ചെന്ന് ശസ്ത്രക്രിയയുടെ കൃത്യതയോടെ ലക്ഷ്യം പൂർത്തിയാക്കി ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ മടങ്ങുന്ന പ്രേതങ്ങളുടെ സംഘം. തന്ത്രങ്ങൾ കൊണ്ട് നിങ്ങൾ യുദ്ധം ജയിക്കുമെന്ന ബൈബിൾ വാക്യം ആപ്തവാക്യമായി സ്വീകരിച്ച ഈ ഏജൻസിയുടെ ചരിത്രം അവരുടെ ശത്രുക്കൾക്ക് രക്തം കൊണ്ടും മിത്രങ്ങൾക്ക് അത്ഭുതം കൊണ്ടും എഴുതപ്പെട്ടതാണ്. എന്നാൽ ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ യഥാർത്ഥ ദൗത്യം കൊലപാതകങ്ങളോ സ്ഫോടനങ്ങളോ മാത്രമല്ല. രാഷ്ട്രീയ നേതൃത്വത്തിന് ശരിയായ വിവരങ്ങളും ആഴത്തിലുള്ള വിശകലനങ്ങളും വരും വരായികകളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളും നൽകുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട കർത്തവ്യം. ഒരു രാജ്യത്തിന്റെ കണ്ണും കാതും തലച്ചോറുമാണവർ. ആ തലച്ചോറ് നൽകുന്ന മുന്നറിയിപ്പുകൾ രാഷ്ട്രീയ നേതൃത്വം അവഗണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ചോദ്യത്തിന്റെ പ്രസക്തിയാണ് സമീപകാലത്ത്, അതായത് ഈ അടുത്ത് ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത്. എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് ഖ്യാതിയുള്ള മൊസാദ് ഖത്തറിലെ ഹമാസ് നേതാക്കളെ വധിക്കാനുള്ള ഒരു ഓപ്പറേഷനെ ശക്തമായി എതിർത്തു? മൊസാദിന് ഖത്തറിനെ പേടിയാണോ, അതോ അവരുടെ എതിർപ്പിന് പിന്നിൽ നമ്മൾ കാണാത്ത തന്ത്രപരമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇസ്രയേലിന്റെ ഉരുക്കുമറയ്ക്കുള്ളിൽ നടന്ന ആഭ്യന്തര സംഘർഷങ്ങളുടെയും അവഗണിക്കപ്പെട്ട മുന്നറിയിപ്പുകളുടെയും കഥയാണിത്. നമുക്ക് ഇത് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം. മൊസാദിന്റെ എതിർപ്പിന്റെ കാരണം ഭയമാണോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് അവരുടെ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. ഭയത്തെ അവർ എങ്ങനെയാണ് നിർവചിച്ചത് എന്ന് ലോകം പലതവണ കണ്ടതാണ്. ആയിരക്കണക്കിന് ജൂതന്മാരുടെ മരണത്തിന് കാരണക്കാരനായ നാസി യുദ്ധ കുറ്റവാളി അഡോൾഫ് ഐക്മാൻ റിക്കാർഡോ ക്ലെമന്റ് എന്ന വ്യാജ പേരിൽ അർജന്റീനയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. 1960-ൽ മൊസാദ് ഏജന്റുമാർ ഒരു രഹസ്യ സംഘമായി അർജന്റീനയിലെത്തി ഒരു വിദേശ രാജ്യത്തിന്റെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ട് ഐക്മാനെ തട്ടിക്കൊണ്ടുപോയി ഒരു സാധാരണ വിമാനത്തിൽ മയക്കി കിടത്തി ഇസ്രായേലിലേക്ക് എത്തിച്ചു. ഈ സംഭവം അർജന്റീനയുമായി വലിയ നയതന്ത്ര പ്രതിസന്ധി സൃഷ്ടിച്ചു. പക്ഷേ ചരിത്രപരമായ നീതി നടപ്പാക്കുന്നതിന് മുന്നിൽ ആ നയതന്ത്ര പ്രത്യാഘാതങ്ങളെ ഇസ്രയേൽ കാര്യമാക്കിയില്ല. ലക്ഷ്യത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാൽ ഏത് പ്രതിസന്ധിയെയും നേരിടാൻ അവർ തയ്യാറായിരുന്നു. 1972-ലെ മ്യൂണിക് ഒളിമ്പിക്സിൽ 11 ഇസ്രയേലി കായിക താരങ്ങളെ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന ഭീകര സംഘടന വധിച്ചപ്പോൾ അവരുടെ പ്രധാനമന്ത്രി ഗോൾഡ മേയർ മൊസാദിന് ഒരു നിർദ്ദേശം നൽകി. അവരെ ഓരോരുത്തരെയും കണ്ടെത്തുക, വധിക്കുക. തുടർന്നുള്ള വർഷങ്ങളിൽ ആ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തിയെയും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും മൊസാദ് കണ്ടെത്തി ഇല്ലാതാക്കിയ കാഴ്ചയാണ് ലോകം കണ്ടത്. അതൊരു പ്രതികാരം മാത്രമായിരുന്നില്ല, മറിച്ച് ലോകത്തിനൊരു സന്ദേശം കൂടിയായിരുന്നു. ഇസ്രായേലിന്റെ പൗരന്മാരെ തൊട്ടാൽ നിങ്ങൾക്കൊരിക്കലും സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല. 1966-ൽ സോവിയറ്റ് യൂണിയന്റെ ഏറ്റവും പുതിയതും ശക്തവുമായ MiG-21 യുദ്ധവിമാനം സ്വന്തമാക്കാൻ ഇസ്രായേൽ ആഗ്രഹിച്ചു. മൊസാദ് ഇറാഖി എയർഫോഴ്സിലെ ഒരു പൈലറ്റായ മുനീർ റെഡ്ഫയെ പ്രലോഭിപ്പിച്ച് ആ വിമാനവുമായി ഇസ്രായേലിലേക്ക് കൂറുമാറ്റിച്ചു. ഇത് വെറും ഒരു സൈനിക നീക്കമായിരുന്നില്ല, മറിച്ച് അതിസങ്കീർണമായ ഒരു മനഃശാസ്ത്രപരമായ ഓപ്പറേഷൻ ആയിരുന്നു. ഇത് മൊസാദിന്റെ ശാരീരിക ശക്തിയല്ല, മറിച്ച് അവരുടെ ബുദ്ധിപരമായ മികവാണ് ലോകത്തിന് കാട്ടിക്കൊടുത്തത്. 1981-ൽ ഇറാഖ് ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രധാനമന്ത്രി മനേഷേം ബെഗിൻ ഒരു തീരുമാനമെടുത്തു. സദ്ദാം ഹുസൈന്റെ ഒസിറാഖ് ന്യൂക്ലിയർ റിയാക്ടർ തകർക്കുക. അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി സൗഹൃദ രാജ്യങ്ങൾ പോലും എതിർത്തിട്ടും ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ റിയാക്ടർ ബോംബിട്ട് തകർത്തു. ഇതിനെതിരെ ലോകവ്യാപകമായി പ്രതിഷേധമുയർന്നു. പക്ഷേ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഒന്നിനെയും വെച്ചു പൊറപ്പിക്കില്ല എന്ന സന്ദേശം നൽകാൻ അവർക്ക് കഴിഞ്ഞു. ഇങ്ങനെയുള്ള ചരിത്രമുള്ള ഒരു ഏജൻസി ഖത്തറിൽ ഒരു ആക്രമണം നടത്താൻ മടിച്ചു എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതാണോ? അല്ല. അവരുടെ എതിർപ്പിന്റെ കാരണം ഭയമായിരുന്നില്ല, മറിച്ച് അതിലും വലിയൊരു തന്ത്രപരമായ തിരിച്ചറിവായിരുന്നു. ഒക്ടോബർ 7-ലെ ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രയേലിൽ രാഷ്ട്രീയപരമായും ജനകീയമായും വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നും അവരുടെ നേതാക്കളെ എവിടെയാണെങ്കിലും കണ്ടെത്തി വധിക്കണമെന്നും ശക്തമായ മുറവിളി ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വം പ്രവർത്തിക്കുന്ന ഖത്തറിലെ ദോഹയിൽ ആക്രമണം നടത്താനായി നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധ ക്യാബിനറ്റിൽ ചർച്ചകൾ നടന്നത്. എന്നാൽ മൊസാദ് മേധാവി ഡേവിഡ് മെറിയയും മറ്റ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ഇതിനെ നഖശിഖാന്തം എതിർത്തു. അതിനുള്ള കാരണങ്ങൾ ഇവയായിരുന്നു. ഖത്തർ ഇറാനെ പോലെയോ സിറിയയെ പോലെയോ ഒരു ശത്രു രാജ്യമല്ല. അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളങ്ങളിലൊന്ന് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണത്. അതിലുപരി ഖത്തർ മധ്യപൗരസ്ത്യ ദേശത്തെ ഒരു പ്രധാനപ്പെട്ട ബാക്ക് ചാനലാണ്. അമേരിക്ക, ഇറാൻ, ഹമാസ്, ഇസ്രയേൽ തുടങ്ങി പരസ്പരം സംസാരിക്കാത്ത കക്ഷികൾക്കിടയിൽ ആശയവിനിമയം സാധ്യമാക്കുന്ന
ഒരു സ്വിച്ച് ബോർഡ് ഓപ്പറേറ്ററാണ് ഖത്തർ. ബന്ദിമോചന ചർച്ചകൾ പുരോഗമിക്കുന്ന ആ ഒരു നിർണായക ഘട്ടത്തിൽ ആ സ്വിച്ച് ബോർഡ് തകർക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് മൊസാദ് വിലയിരുത്തി. മൊസാദിന്റെ പ്രവർത്തനങ്ങളുടെ എല്ലാം ആത്യന്തിക ലക്ഷ്യം ഇസ്രായേലി പൗരന്മാരുടെ സുരക്ഷയാണ്. നൂറുകണക്കിന് ഇസ്രായേലി പൗരന്മാർ ഹമാസിന്റെ തടവിൽ കഴിയുമ്പോൾ അവരെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന രാജ്യത്ത് ഒരു ആക്രമണം നടത്തുന്നത് ആ ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കും. ശത്രുവിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തെക്കാൾ വലുതാണ് തങ്ങളുടെ പൗരന്മാരെ ജീവനോടെ തിരിച്ചെത്തിക്കുക എന്നത്. ഇത് ജൂത പാരമ്പര്യത്തിലെ അടിസ്ഥാന തത്വമാണ്. മൊസാദ് നിലകൊണ്ടത് ഈ തത്വത്തിന് വേണ്ടിയായിരുന്നു. ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ മികവ് ഒരു ഓപ്പറേഷന്റെ തൊട്ടടുത്ത ഫലങ്ങൾ മാത്രമല്ല, അതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ കൂടി മുൻകൂട്ടി കാണുന്നതിലാണ്. ഈ അപകട സാധ്യതകളെല്ലാം ചേർത്ത് വെച്ചപ്പോൾ ആക്രമണം കൊണ്ട് കിട്ടുന്ന ചെറിയൊരു സൈനിക നേട്ടത്തെക്കാൾ എത്രയോ വലുതാണ് അതുകൊണ്ടുണ്ടാകുന്ന നയതന്ത്രപരമായ നഷ്ടമെന്ന് മൊസാദ് ഇവിടെ തിരിച്ചറിയുകയാണ്. മൊസാദിന്റെയും സൈന്യത്തിന്റെയും ഉപദേശം അവഗണിച്ച് പ്രധാനമന്ത്രി നെതന്യാഹുവും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും ആക്രമണവുമായി മുന്നോട്ട് പോകാനായി തീരുമാനിക്കുന്നു. ഇവിടെയാണ് ഇസ്രയേലിന്റെ സുരക്ഷാ സംവിധാനത്തിലെ ആഴത്തിലുള്ള വിള്ളലുകൾ പുറത്തു വന്നത്. സാധാരണയായി വിദേശ ഓപ്പറേഷനുകൾ മൊസാദിന്റെ അധികാര പരിധിയിലാണ്. എന്നാൽ മൊസാദ് വിസമ്മതിച്ചപ്പോൾ സർക്കാർ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻ ബെത്തിനെ ഈ ദൗത്യം ഏൽപ്പിക്കുന്നു. ഇതൊരു അസാധാരണ നടപടിയായിരുന്നു. ഒരു രാജ്യത്തിനകത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള ഷിൻ ബെത്തിനെ ഒരു വിദേശ ഓപ്പറേഷൻ ഉപയോഗിക്കുന്നത് എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസിന്റെ ലംഘനമായിരുന്നു. ഒരു പരിചയസമ്പന്നനായ സർജനെ മാറ്റി നിർത്തി മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറെ കൊണ്ട് സങ്കീർണമായ ഒരു ഓപ്പറേഷൻ ചെയ്യിക്കുന്നതിന് തുല്യമായിരുന്നു അത്. ഈ തീരുമാനം നെതന്യാഹുവിന് തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് ഒരു വിജയം എത്രത്തോളം ആവശ്യമായിരുന്നു എന്ന് കാണിക്കുന്നു. മൊസാദ് മേധാവി ഡേവിഡ് ബർണിയെ പോലെയുള്ളവർ നൽകിയത് യാഥാർത്ഥ്യബോധത്തോടെയുള്ള എന്നാൽ രാഷ്ട്രീയമായി അസുഖകരമായ ഉപദേശങ്ങളായിരുന്നു. എന്നാൽ നെതന്യാഹുവിന് വേണ്ടിയിരുന്നത് തന്റെ ശക്തനായ നേതാവ് എന്ന പ്രതിച്ഛായ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സൈനിക നടപടിയായിരുന്നു. ഇവിടെ രാജ്യത്തിന്റെ ദീർഘകാല താല്പര്യങ്ങളെക്കാൾ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് മുൻഗണന ലഭിച്ചു. മൊസാദ് പ്രവചിച്ചതെല്ലാം അക്ഷരം പ്രതി ശരിവെക്കുന്നതായിരുന്നു ആക്രമണത്തിന് ശേഷമുള്ള സകല സംഭവങ്ങളും. ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യമായിരുന്ന ഹമാസ് നേതാവ് ഖലീൽ അൽ-ഹയ്യയെ വധിക്കാനായി ഇസ്രയേലിന് കഴിഞ്ഞില്ല. അതായത് ഇത്രയും വലിയ നയതന്ത്രപരമായ നഷ്ടം സഹിച്ചത് ഒരു പരാജയപ്പെട്ട ഓപ്പറേഷന് വേണ്ടിയായിരുന്നു. ആക്രമണത്തെക്കുറിച്ച് അവസാന നിമിഷം മാത്രം അറിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് നെതന്യാഹുവിനോടുള്ള തന്റെ അതൃപ്തി പ്രകടിപ്പിച്ചു. അമേരിക്കയുടെ നയതന്ത്ര ശ്രമങ്ങളെ തുരങ്കം വെക്കുന്ന നടപടിയായിരുന്നു ഇത്. അതുപോലെ UN രക്ഷാസമിതി ആക്രമണത്തെ അപലപിച്ചു. സൗദി അറേബ്യ, UAE, ഈജിപ്ത് തുടങ്ങിയ അറബ് രാജ്യങ്ങളൊക്കെ ഇതിനെതിരെ പ്രതിഷേധിച്ചു. ഇത് ഇസ്രയേലിന്റെ അറബ് ലോകവുമായുള്ള ബന്ധത്തിൽ വലിയൊരു വിള്ളലിനായുള്ള കാരണമായി. എന്തായാലും ഇവിടെ ബന്ദിമോചന ചർച്ചകൾ നിലയ്ക്കുകയാണ്. ഖത്തർ കടുത്ത അതൃപ്തി അറിയിക്കുകയും മധ്യസ്ഥ റോളിൽ നിന്നും താൽക്കാലികമായി പിന്മാറുകയും ചെയ്തു. ചുരുക്കത്തിൽ മൊസാദിന്റെ തന്ത്രപരമായ മുന്നറിയിപ്പുകളെ അവഗണിച്ചതിന്റെ ഫലം ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു. ഖത്തർ സംഭവം മൊസാദിന്റെ പരാജയമല്ല, മറിച്ച് ഇസ്രായേലി രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പരാജയമാണ് തുറന്നു കാട്ടുന്നത്. ഒരു രഹസ്യാന്വേഷണ ഏജൻസി നൽകുന്ന വിവരങ്ങൾ എത്ര മികച്ചതാണെങ്കിലും അത് കേൾക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം ഇല്ലെങ്കിൽ ആ വിവരങ്ങൾക്ക് വിലയില്ലാതാകും. ഈ സംഭവം പല സുപ്രധാന ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഒരു രാജ്യത്തിന്റെ ദീർഘകാല സുരക്ഷാ താല്പര്യങ്ങൾ ബലി കഴിക്കപ്പെടാമോ? പരിചയസമ്പന്നരായ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഉപദേശങ്ങളെക്കാൾ രാഷ്ട്രീയക്കാരുടെ ഇംഗിതങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ ഒരു രാജ്യത്ത് എന്ത് സംഭവിക്കും? മൊസാദ് ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്നായി തുടരുകയാണ്. അവരുടെ ധൈര്യത്തിനോ കഴിവിനോ ബുദ്ധിശക്തിക്കോ ഒന്നിനും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഖത്തറിലെ ഓപ്പറേഷൻ എതിർത്തതിലൂടെ അവർ തെളിയിച്ചത് മറ്റൊന്നാണ്. യഥാർത്ഥ ധൈര്യം എന്നത് കണ്ണടച്ച് ആക്രമിക്കുന്നതിലല്ല, മറിച്ച് എപ്പോൾ ആക്രമിക്കരുത് എന്ന് തിരിച്ചറിയുന്നതിലാണ്. യഥാർത്ഥ ശക്തി എന്നത് ആയുധം ഉപയോഗിക്കുന്നതിൽ മാത്രമല്ല, അത് പ്രയോഗിക്കാതിരിക്കാനുള്ള വിവേകം കാണിക്കുന്നതിലുമാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഉപദേശത്തെക്കാൾ ഒരു രാഷ്ട്രീയ നേതാവിന്റെ തീരുമാനത്തിന് വില കൽപ്പിക്കാൻ ആകുമോ? അതൊരു ശരിയായ നിലപാടാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.